മെട്രോ ട്രെയിനിന്റെ വാതിലുകൾ അടയുന്നതിനിടെ 2 വയസ്സുകാരൻ അബദ്ധത്തിൽ പുറത്തിറങ്ങുകയാണ്. ട്രെയിനിന്റെ അടഞ്ഞ വാതിലിൽ പിടിച്ച് നിസ്സഹായതയോടെ നിൽക്കുന്ന കുഞ്ഞിന്റെ വീഡിയോ ആരെയും വിഷമിപ്പിക്കുന്നതാണ്. ഈ സ്റ്റേഷൻ അറ്റൻഡന്റിന്റെ ജാഗ്രതയോടെയുള്ള ഇടപെടലാണ് ആ കുഞ്ഞിനെ ശരിക്കും ഒരു അപകടത്തിൽ നിന്നും രക്ഷിച്ചത്. വീഡിയോ അർജുൻ പീതാംബര നമ്മുടെ കൂടെയുണ്ട്. അർജുൻ, സ്വാഭാവികമായിട്ടും ആ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ പോലും അയ്യോ എന്നൊന്ന് പറഞ്ഞു പോകും അല്ലേ? അബദ്ധത്തിൽ ആ കുഞ്ഞു പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം ഒരുപക്ഷെ ആ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് പല അപകടങ്ങളും ഉണ്ടാകാം, മരവിച്ച് നിൽക്കുന്ന ഒരു സമയമുണ്ടാകാം, അകത്ത് ആ കുഞ്ഞിന്റെ രക്ഷിതാക്കളുണ്ട്, അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ഒന്ന് മരവിച്ച് പോകുന്ന ഒരു സമയത്താണ് എന്തായാലും കൃത്യമായിട്ട് അവിടെയുള്ള ജീവനക്കാരന്റെ ഇടപെടൽ ഉണ്ടായി അല്ലേ? ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് മഹാരാഷ്ട്രയിലെ ഗോറേഗാവിലുള്ള ബാംഗൂർ നഗർ മെട്രോ സ്റ്റേഷനിലാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നത്. അവിടെ സ്റ്റേഷൻ ചുമതലയുണ്ടായിരുന്ന നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിലെല്ലാം തന്നെ ടി ഉണ്ടാവുന്ന പോലെ നമുക്കും സുപരിചിതമാണ്. കൊച്ചി മെട്രോയിലായാലും ശരി, ഞങ്ങൾക്കിവിടെ ഡൽഹി മെട്രോയിലായാലും ശരി, ഇത്തരത്തിൽ ഈ സ്റ്റേഷൻ കാവലിലും അതുപോലെ മാനേജ്മെൻറ്റുമായിട്ട് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ടാകും. ആ ഉദ്യോഗസ്ഥൻ നോക്കി നിൽക്കുകയാണ്. ഒരു ട്രെയിനിൽ നിന്നും പെട്ടെന്ന് ഒരു 2 വയസ്സുകാരൻ ചാടി പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ട്രെയിൻ പോകാനായിട്ടുള്ള സമയമായിരുന്നു. മാത്രമല്ല ട്രെയിനിൻ്റെ ഡോറുകൾക്ക് പുറമെ പ്ലാറ്റ്ഫോം ഡോറുകൾ കൂടി ആ ഒരു സ്റ്റേഷനിൽ, ഈ ബാംഗൂർ നഗർ എന്ന് പറയുന്ന സ്റ്റേഷനിലുണ്ടായിരുന്നു. അത് ഈ സുരക്ഷ കുറച്ചുകൂടി വർദ്ധിപ്പിക്കാനാണ്. ഈ ട്രെയിൻ അവിടെ നിന്ന് 4:24 സമയം. ആ ട്രെയിൻ അവിടെ എത്തി നിൽക്കുന്നു. പെട്ടെന്ന് ഒരു കുട്ടി, 2 വയസ്സായിട്ടുള്ള ഒരു ബാലൻ ചാടി പുറത്തേക്ക് ഇറങ്ങുന്നു. കൂടെ ആരുമില്ല. ട്രെയിനകത്ത് മാതാപിതാക്കളുണ്ടാകും, പക്ഷേ കളിക്കുന്നതിനിടയിലായിരിക്കണം ഒരു പക്ഷേ പെട്ടെന്ന് ഈ കുട്ടി സ്റ്റേഷനിലേക്ക്, ആ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങ് ചാടി പുറത്തേക്ക് വരുന്നു. അതിന് പിന്നാലെ ഈ സ്റ്റേഷൻ്റെ വാതിലുകളും പ്ലാറ്റ്ഫോം വാതിലുകളും അടയ്ക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ഈ സ്റ്റേഷൻ മാസ്റ്ററുടെ കൃത്യമായിട്ടുള്ള സമയോചിതമായിട്ടുള്ള ഇടപെടലാണ് കുട്ടിയെ തിരിച്ച് മാതാപിതാക്കൾക്കൊപ്പം തന്നെ ആ ട്രെയിനിൽ കയറ്റിവിടാൻ സാധിച്ചത്. കാരണം ഈ മാനേജറുടെ കയ്യിൽ വാക്കി ടോക്കി ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് അപ്പം തന്നെ ഈ ട്രെയിൻ ഡ്രൈവറുമായിട്ട്, ഈ ലോക്കോ പൈലറ്റുമായി വിവരം കൈമാറി ഒരു കുട്ടി പുറത്തേക്ക് പോയി ട്രെയിൻ നിർത്തണമെന്ന കാര്യം ട്രെയിൻ എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ വിവരം നൽകാനും സാധിച്ചു. പിന്നാലെ ആ 2 ഗേറ്റുകളും, ഈ പ്ലാറ്റ്ഫോം ഡോറും അതുപോലെ ട്രെയിനിൻ്റെ ഡോറും തുറന്ന് ഈ കൊച്ചിനെ അകത്തേക്ക് കയറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അവിടെ ആ ഉദ്യോഗസ്ഥൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നയിച്ചത്. മാത്രമല്ല മുംബൈ പോലുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ഈ ഗോരേഗാവ് പോലെയുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ കുട്ടികളെ കാണാതാവുമ്പോൾ തിരിച്ചു കിട്ടാൻ വളരെ പാടാണ്. ഇപ്പോൾ ഈ സംഭവം ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കുകയാണ്. മാത്രമല്ല മെട്രോ സ്റ്റേഷനിലാണ്. അപ്പോൾ തന്നെ ഇടപെട്ട് തിരിച്ച് ആ ട്രെയിനിലേക്ക് കയറ്റാൻ സാധിച്ചു. പക്ഷേ മുംബൈയും ഗോരേഗാവ് പോലുള്ള സ്ഥലത്ത് സാധാരണഗതിയിൽ കുട്ടികളെയൊക്കെ കാണാതായി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുക വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല പോലീസിൻ്റെ പിന്നാലെ എല്ലാം പോയി, അല്ലെങ്കിൽ പോലീസ് അന്വേഷണമെല്ലാം വലിയ രീതിയിലുണ്ടായി. ഒരുപക്ഷെ ദിവസങ്ങളോ കാലങ്ങളോ എടുത്തേക്കാം കാണാതായവരെ എല്ലാം തന്നെ. ഓരോരോ സാധ്യതകളുണ്ട് അല്ലേ? അതാണ് ആദ്യം പറഞ്ഞത്. കുട്ടിയാണ്, അബദ്ധത്തിൽ പുറത്തിറങ്ങിപ്പോയി, പല വിധത്തിലുള്ള അപകടങ്ങൾ ഒരുപക്ഷെ പിന്നാലെ ഉണ്ടായേക്കാം. എന്തായാലും അതൊന്നും ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് അവിടെ ഒരു ജീവനക്കാരന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ് ഉണ്ടായത്. ആ വീഡിയോയും കൂടിയാണ്, അതിനെക്കുറിച്ചാണ് അർജുൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതും. ശരി അർജുൻ.